Hi students. Last day we have ended our session with the deforestation, the causes of deforestation, the effects of deforestation and the main case study, that is the Amazon rainforest. So today we are going into the new session, that is timber extraction. So first of all, what is timber? Timber is the wood used for engineering purpose like building houses, making furniture, etc. And the extraction of timber is a major intervention in forest rock, and thus it causes disturbance to flora and fauna. നമ്മൾ വീട് പണിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫേർണിച്ചർ ആവാം, അതുപോലെ വീടിന് വേണ്ടി വേറെ കട്ടിളയൊക്കെ ഉണ്ടാകത്തില്ലേ, അതിനൊക്കെ വേണ്ടി നമ്മൾ മരങ്ങൾ മുറിച്ച് ഉണ്ടാക്കുന്നതാണ് ടിമ്പേഴ്സ് എടുക്കും. ഇതോടെ നമ്മളുടെ ഫ്ലോറ ആൻഡ് ഫോണ, ഒരു കാടിനെ നശിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ടിമ്പർ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റീനെയും ഇത് വളരെയധികം മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ടിമ്പർ എക്സ്ട്രാക്ഷൻ. ടിമ്പർ എക്സ്ട്രാക്ഷനെ ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് അതുമായിട്ട് ബേസ് ചെയ്തിട്ടൊരു കേസ് സ്റ്റഡി പറയാൻ പറ്റുന്നത് ചിപ്കോ മൂവ്മെൻ്റ് ആണ്. Chipko movement, I hope that everybody have heard about this word, because in our school, from our school, we have been hearing this word and the name of Amrita Pai. Amrita Pai in 1731 had led the Binshoy women against the Maharaja's men to prevent them from cutting trees. അമൃത പായ് എന്ന് പറഞ്ഞ ഒരു ലേഡി ബിൻഷോയ് വുമനെ, മഹാരാജാവിൻ്റെ ആൾക്കാർക്കെതിരെ ഒരു മൂവ്മെൻറ്റ് നടത്തി. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട്. എന്തിനായിരുന്നു? മഹാരാജാവിൻ്റെ കോൺട്രാക്ടേഴ്സ് ഒരു കുറേ ആക്സ്മെൻസ് വന്നിട്ട് അവിടെയുള്ള മരങ്ങൾ മുറിക്കാൻ വന്നതായിരുന്നു. പക്ഷേ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന മൂവ്മെൻറ്റിലൂടെ അമൃത പായും ബിഷ്ണോയ് വുമണും മരങ്ങളെ എംബ്രേസ് ചെയ്ത് നിന്നു, ഹഗ് ചെയ്ത് നിന്നു. എന്നിട്ട് അതിനെ വെട്ടരുത് എന്ന് പറഞ്ഞ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. പക്ഷേ അതോടെ അവരുടെ ലൈഫും അവരുടെ ഹസ്ബൻഡിൻ്റെ ലൈഫും മോളും അതേപോലെ 363 പീപ്പിളും മരിച്ചു. എന്നാലും അത് ഒരു വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ കേസ് സ്റ്റഡി ഇൻവോൾവ്ഡ് ഇൻ timber extraction. Next, what are the effects of timber extraction? എന്തൊക്കെയാണ് ടിമ്പർ എക്സ്ട്രാക്ഷൻ കാരണമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ? അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സോയിൽ ഇറോഷൻ. ടിമ്പർ എക്സ്ട്രാക്ഷനും സോയിൽ ഇറോഷനും ആയിട്ടെന്താ ബന്ധം? ടിമ്പർ എക്സ്ട്രാക്ഷൻ മീൻസ് നമ്മൾ മരങ്ങൾ മുറിച്ചിട്ട് അതിൽ നിന്ന് ഫർണിച്ചർ സാധനങ്ങൾ എടുക്കുന്നു. ഈ മരങ്ങൾ കുറേ മുറിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ റൂട്ടുകളെല്ലാം നഷ്ടമാകുന്നു. റൂട്ടുകളൊന്നും ഇല്ലാതെ വരുമ്പോൾ സോയിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി നശിക്കപ്പെടുന്നു. ഒരു മരം ഉണ്ടെങ്കിൽ മരമാണ് അവിടെയുള്ള സോയിലിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ മണ്ണൊലിച്ചിലുണ്ടാകുന്നു. ദാറ്റ് ഈസ് ദ സോയിൽ ഇറോഷൻ. സെക്കൻഡ് വൺ, സെഡിമെൻറ്റേഷൻ ഇൻ ഇറിഗേഷൻ സിസ്റ്റം. സിമിലർ കേസ് പറയാം. നമുക്ക് ഡീഫോറസ്റ്റേഷൻ തന്നെയാണ് ടിമ്പർ എക്സ്ട്രാക്ഷനിൽ സംഭവിക്കുന്നത്. ഡീഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ സോയിൽ മണ്ണൊലിച്ചിലുണ്ടാകുന്നു. മണ്ണൊലിച്ചിലുണ്ടായിട്ട് ഈ മണ്ണ് വന്ന് അടിയുന്നത് എവിടെയായിരിക്കും? വലിയ വാട്ടർ ബോഡീസിലായിരിക്കും, റിവേഴ്സ്, സീലൊക്കെ വന്നായിരിക്കും അടിയുന്നത്. ഈ അടിച്ചിൽ കൂടും. അങ്ങനെ ഈ അടിച്ചിൽ എവിടെയാണ് സംഭവിക്കുക? ഇറിഗേഷൻ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ സെഡിമെൻറ്റേഷൻ ആണ് ഈ അടിയലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മണ്ണ് വന്ന് അടിഞ്ഞുകൂടും അതിനെ. സോ ദിസ് ഈസ് സെഡിമെൻറ്റേഷൻ ആൻഡ് ഇറിഗേഷൻ സിസ്റ്റം. തേർഡ് വൺ, ഡിസാസ്റ്റർ ലൈക്ക് ഫ്ലഡ്. സെയിം കേസാണ്. ടിമ്പർ എക്സ്ട്രാക്ഷൻ കാരണം നമുക്ക് എന്തുണ്ടാവും? ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവും. കുറേ മരങ്ങൾ മുറിച്ച് കളയുന്നത് മീൻസ് ഇറ്റ് ഈസ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ വരുമ്പോൾ വാട്ടർ ഇങ്ങനെ എവിടെയും തങ്ങി നിൽക്കില്ല. മരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മരങ്ങൾ വാട്ടറിനെയും സോയിലിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അവരെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ബട്ട് ഇഫ് ദർ ഇസ് നോ സോയിൽ ആൻഡ് നോ വാട്ടർ, സിമിലർലി ദ വാട്ടർ വിൽ ഫ്ലോ ഡൗൺ ആസ് എ കൈൻഡ് ഓഫ് ഫ്ലഡ്. അങ്ങനെയാണ് ഫ്ലഡ്സ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. മരങ്ങൾ മുറിക്കുമ്പോൾ അവിടെയുള്ള പ്ലാന്റ്സിനും ആനിമൽസിനും ഒരു ഹാബിറ്റാറ്റ് നഷ്ടമാകുന്നതോടും ഈ പ്ലാന്റ്സും ആനിമൽസൊക്കെ എൻഡേഞ്ചേർഡ് ആയി തുടങ്ങും. ദിസ് ഈസ് ദ ലൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നെക്സ്റ്റ്, ഡ്രൈയിങ് അപ്പ് ഓഫ് പെരനിയൽ ബോഡീസ്. ടിമ്പർ എക്സ്ട്രാക്ഷൻ കാരണം എന്താ സംഭവിക്കുക? വെള്ളം വലിയ കുത്തനെയായിട്ട് വീടിന് പോകും. സംടൈംസ് ദിസ് വാട്ടർ വിൽ ബി ലോസ് ഫ്രം ദ സർഫസ് വാട്ടറിൽ നിന്ന് ഇത് പെനട്രേറ്റ് ചെയ്ത് അങ്ങ് പോകും. നമുക്കങ്ങനെ
പെരനിയൽ വാട്ടർ ബോഡീസ് എല്ലാം ഡ്രൈഡ് ആയിട്ട് പോകും. നെക്സ്റ്റ് വൺ, റെഡ്യൂസ് ഫോറസ്റ്റ് പ്രൊഡക്ടിവിറ്റി. ഫോറസ്റ്റ് ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. ഇഫ് വി ആർ ഡൂയിങ് കണ്ടിന്യൂസ് ഓർ എക്സസീവ് ടിമ്പർ എക്സ്ട്രാക്ഷൻ, ഫോറസ്റ്റ് റിസോഴ്സസ് വിൽ ബി ലോസ് ആൻഡ് ദസ് ദ ഫോറസ്റ്റ് പ്രൊഡക്ടിവിറ്റി വിൽ ഓൾസോ റെഡ്യൂസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ക്ലൈമറ്റിക് ചേഞ്ചസ്. വാട്ട് ഈസ് ക്ലൈമറ്റിക് ചേഞ്ചസ്? എങ്ങനെയാണ് ടിമ്പർ എക്സ്ട്രാക്ഷൻ ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടാക്കുന്നത്? നമ്മൾ ടിമ്പർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മരം മുറിക്കുന്നു. മരം മുറിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ കാർബൺ ഡയോക്സൈഡ് കൺസ്യൂം ചെയ്യാനുള്ള മരങ്ങളാണ് നഷ്ടമാകുന്നത്. സോ the amount of carbon dioxide in the atmosphere will increase and this will lead to greenhouse gases and later to global warming. Thus, it affects climatic change. ഞാൻ ഇവിടെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ എന്തൊക്കെയായിരുന്നു ടോപ്പിക്സ് എന്ന്. എന്നാൽ ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു ഡിസ്കഷന് തന്നിട്ടുണ്ട്. സോ ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ the effects, what is timber extraction and what are the effects of timber extraction, നിങ്ങൾ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണം. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണം. എഴുതിയിട്ട് ഇൻ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് എനിക്ക് വേണ്ടത്, ബട്ട് ഇൻ PDF ഫോമാറ്റ്. നമ്മളുടെ ഒരു ഗ്രൂപ്പില്ലേ, ആ ഗ്രൂപ്പിലേക്ക് ഹാൻഡ് റിട്ടൺ ഫോമാറ്റായിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. മൈനിങ്. നമ്മളിപ്പോൾ ഡിഫോറസ്റ്റേഷൻ കഴിഞ്ഞു, അതേപോലെ ടിമ്പർ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. വൺ ഓഫ് ദ നെക്സ്റ്റ് effect, that is one of the next causes of destruction of natural resource ആണ് മൈനിങ്. വാട്ട് ഈസ് മൈനിങ്? മൈനിങ് എന്ന് കേട്ടിട്ടില്ലേ? മൈനിങ് നമ്മൾ ഗോൾഡ് മൈൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഡിഗിങ്, അങ്ങനെ നമുക്ക് പറയാം. സോ മൈനിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ് ആൻഡ് മെറ്റൽസ് ഫ്രം എർത്ത്. എർത്തിനുള്ളിൽ നമുക്ക് കുറേ മെറ്റൽസും മിനറൽസും ഉണ്ട്. അതൊക്കെ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. മാംഗനീസ്, ടെൻറ്റാലിയം, കോപ്പർ, ടിൻ, നിക്കൽ, കാസിറൈറ്റ്, ബോക്സൈറ്റ്, ദാറ്റ് ഇസ് അലുമിനിയം ഓർ, iron ore, gold, silver and diamonds. These are some of the examples of products which are mined from our earth surface, not earth surface, from inside the earth. In order to mine, എന്താ ചെയ്യേണ്ടത്? നമുക്ക് മൈൻ ചെയ്യണമെങ്കിൽ ആ ഏരിയ ക്ലിയർ ആയിരിക്കാം. ഏരിയ ക്ലിയർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഡിഫോറസ്റ്റേഷൻ. ട്രീസ് ആൻഡ് വെജിറ്റേഷൻ വിൽ ബി ക്ലിയർഡ് ആൻഡ് ബേൺഡ്. നോർമലി ബേൺ ചെയ്ത് കളയും, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്സ്, അതിൻ്റെ ബാക്കി റെസിഡ്യൂസ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നശിക്കാൻ വേണ്ടി നമ്മൾ ബേൺ ചെയ്ത് കളയും. ട്രീസ് ആണെങ്കിലും കൾട്ടിവേഷൻ ആണെങ്കിലും. ദിസ് ഈസ് മൈനിങ്. സോ മൈനിങ് മനസ്സിലായി. സോ നൗ വി ക്യാൻ മൂവ് ഇൻ ടു ദ കേസ് സ്റ്റഡി ഓഫ് മൈനിങ്. എല്ലാ ഓരോ കാര്യങ്ങൾക്കും, ഡിഫോറസ്റ്റേഷനും അതേപോലെ ടിമ്പർ എക്സ്ട്രാക്ഷനും ഞാനിപ്പോൾ ഒരു കേസ് സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കേസ് സ്റ്റഡി വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ കൺസെപ്റ്റിനെ പറ്റി കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് കേസ് സ്റ്റഡി പറയുന്നത്. സംടൈംസ് കേസ് സ്റ്റഡീസ് വേണമെങ്കിൽ എക്സാംസിലും ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ഇതിലും ഓരോ കേസ് സ്റ്റഡി വെച്ചിട്ടും ഓർത്തിരിക്കുന്നതും നല്ലതായിരിക്കും. സോ ഹിയർ മൈനിങ്ങിൻ്റെ ഒരു കേസ് സ്റ്റഡി നടന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന കൺട്രി ഇന്തോനേഷ്യയാണ്. In Indonesia, a US mining company based in Denver, Newmont, has been extracting gold in 1996. 1996 തൊട്ട് ആ കമ്പനി അവിടുന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്യായിരുന്നു. പക്ഷേ 2000 കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർ ഈ മൈനിങ് ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ചെയ്തു, എന്നുവെച്ചാൽ ഗോൾഡ് എക്സ്ട്രാക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. അതിന് 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2004 അവർ ഫുൾ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഈ സമയത്ത് ഇപ്പോൾ ആ കമ്പനിക്കെതിരെ ഒരു കേസ് ഫയൽഡ് ആണ് ബൈ ദി ഇന്തോനേഷ്യൻ ഗവൺമെൻറ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് അവർ മൈനിങ് നിർത്തി. ഈ കേസ് ഉണ്ടാവാൻ കാരണം എന്താ? ഇവർ മൈൻ ചെയ്തപ്പോൾ അവർക്ക് ഗോൾഡാണ് വേണ്ടത്. ബട്ട് മൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഗോൾഡ് കിട്ടണമെന്നില്ല. സംടൈംസ് അതർ മെറ്റൽസ് വിൽ ഓൾസോ കം ഇൻ ബിറ്റ്വീൻ. അങ്ങനെ അവർ മൈൻ ചെയ്തപ്പോൾ അവർക്ക് കുറച്ച് പോയിസണസ് മെറ്റൽസും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടി, വിച്ച് വർ മെയിൻലി ആർസനിക് ആൻഡ് മെർക്കുറി. ഈ ആർസനിക് ആൻഡ് മെർക്കുറി എന്ന് പറഞ്ഞത് പോയിസണസ് മെറ്റൽസ് ആണ്. അത് കുറേ ഡിസീസസും ഈവൻ ഡെത്ത് വരെ ഉണ്ടാക്കുന്ന ഒരു മെറ്റലാണ്, 2 മെറ്റൽസാണ്. സോ ഇവർ ഇത് നശിപ്പിക്കാൻ വേണ്ടി ഇവർ അടുത്തുള്ള വാട്ടർ ബോഡീസിൽ ഇത് ഡിസ്ചാർജ് ചെയ്തു. ബട്ട് ഇൻ ദാറ്റ് വാട്ടർ ബോഡീസ് ദർ വാസ് ഫിഷസ് ഉണ്ടായിരുന്നു. ഈ മെർക്കുറിയും ആർസനിക്കും വാട്ടർ ബോഡീസിൽ കയറിയതും കണ്ടാമിനേറ്റ് ചെയ്തു
അതിനുശേഷം ഫുൾ ഫിഷസ് മരിച്ചു പോവുകയും ചെയ്യും. സോ ദിസ് is one of the case study of mining. So moving to the next slide, the effects of mining. Effects of mining എന്ന് വെച്ചാൽ മൈനിങ്ങിൻ്റെ ദൂഷ്യഫലങ്ങളാണ് ഇനിയുള്ള സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്ട്രക്ഷൻ ടു ദ എൻവയോൺമെൻറ്റ്, മെയിൻലി പൊല്യൂഷൻ. ബോത്ത് വാട്ടർ പൊല്യൂഷൻ ആൻഡ് എയർ പൊല്യൂഷൻ ഉണ്ട് മൈനിങ് കാരണം. മൈനിങ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഏരിയ ക്ലിയർ ചെയ്ത് കുഴിച്ചെടുക്കുകയാണ്. ഇൻ ദാറ്റ് കേസ് സെഡിമെൻറ്റ്സ് കൂടുതലായിരിക്കും, അങ്ങനെ എയർ പൊല്യൂഷൻ ഉണ്ടാവും. സിമിലർലി ഇങ്ങനെ മൈൻ ചെയ്ത് കിട്ടുന്ന, കുറച്ച് മുമ്പത്തെ കേസ് സ്റ്റഡിയിൽ പറഞ്ഞില്ലേ, മൈൻ ചെയ്ത് കിട്ടിയ പോയിസണസ് മെറ്റൽസിനെ എടുത്ത് വാട്ടർ ബോഡീസിലേക്ക് ഡംപ് ചെയ്തു. സോ ദബൈ വാട്ടർ പൊല്യൂഷൻ ടു. നെക്സ്റ്റ് വൺ, മെയിൻ കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. അതും ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു. മൈൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു വാസ്റ്റ് ലാൻഡ് വേണം. ആ വാസ്റ്റ് ലാൻഡിൽ വേറെ ഒരു കൾട്ടിവേഷനോ ഒരു ട്രീസോ ഉണ്ടാവരുത്. സോ വി വിൽ കട്ട് ഡൗൺ ദ ട്രീസ് which will lead to deforestation. Next, use huge bulldozers and excavators to extract the metals and minerals from the soil. നമ്മൾ യൂസ് ചെയ്യുന്ന വലിയ ബുൾഡോസേഴ്സും എക്സ്കവേറ്റേഴ്സും വെച്ചിട്ടാണ് നമ്മൾ മെറ്റൽസ് ആൻഡ് മിനറൽസിലെ സോയിലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഇൻ ദാറ്റ് കേസ് ഇറ്റ് വിൽ കോസ് എയർ പൊല്യൂഷൻ. ഭയങ്കര ഒരു ജർക്കിംഗ് എഫക്റ്റും ഉണ്ടാക്കും. അതിൻ്റെ കൂടെ എയർ പൊല്യൂഷൻ, കുറേ പൊടി പറക്കും. എയർ പൊല്യൂഷൻ ഇസ് വൺ ഓഫ് എ മേജർ എഫക്റ്റ്. കെമിക്കൽസ് ഗോ ത്രൂ പൈപ്സ് ആൻഡ് ആർ ഓഫൻ ഡിസ്ചാർജ്ഡ് ഇൻ ടു റിവേഴ്സ്, സ്ട്രീംസ്, ബേസ് ആൻഡ് ഓഷ്യൻ. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. വാട്ടർ പൊല്യൂഷന് കാരണമാകും എക്സ്ട്രാ കെമിക്കൽസ് ആൻഡ് സം ഓഫ് ദ റെയർ മെറ്റൽസ് ടു. നെക്സ്റ്റ്, contaminates all living organisms within the body of water, and ultimately the people who depend on the fish for their main source of protein and their livelihood, that is economic livelihood. There is no land degradation, just forget that. ഇതെന്ത് ചെയ്യും? ഈ മൈനിങ് കാരണം ലിവിങ് ഓർഗാനിസത്തിൻ്റെ കണ്ടാമിനേറ്റ് ചെയ്യും. അവരുടെ ഉള്ളിലെ വാട്ടർ ബോഡീസിനെ ഇത് എഫക്റ്റ് ചെയ്യും. അതേപോലെ ഇപ്പോൾ ഫിഷുള്ളൊരു പോണ്ടിലാണ് നമ്മൾ മൈനിങ്ങിൻ്റെ ബാക്കി വേസ്റ്റ് ഇടുന്നതെങ്കിൽ അത് കാരണം ഫിഷ് കഴിക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ ഇൽ എഫക്ട്സ് ഉണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ്, ലോവറിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. മൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ പിന്നെയും ലോ ആയിപ്പോവും. നെക്സ്റ്റ്, സെഡിമെൻറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ചാർജ്. ദിസ് ഇസ് ഓൾറെഡി ഡിസ്കസ്ഡ്. എക്കോളജിക്കൽ ഇംബാലൻസ്, ദാറ്റ് ഇസ് ട്രീസിനെയൊക്കെ കട്ട് ചെയ്ത് കളയുന്നു. അത് കാരണം പൊല്യൂഷൻസ് ഉണ്ടാകുന്നു. പൊല്യൂഷൻ ഉണ്ടാവുക മീൻസ് ഇറ്റ് വിൽ റെഡ്യൂസ് ദി ecological, that will cause an ecological imbalance. ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. ലാൻഡ് നമ്മൾ ഈ മൈനിങ്ങിന് വേണ്ടി എന്താ ചെയ്യുക? ഫുൾ ഡീഫോറസ്റ്റ് ചെയ്ത് കത്തിച്ചും കളയും. അങ്ങനെയുള്ള ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി വളരെയധികം കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, ഡ്രൈയിങ് അപ്പ് ഓഫ് പെരനിയൽ വാട്ടർ ബോഡീസ്. ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ആണ് ഇവിടെ പറയുന്നത്. മൈനിങ്ങിന് വേണ്ടി ഡിഫോറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും, as there are no trees or roots to hold up the water, and this perennial water bodies will dry up. Moving to the next slide, ഒന്നുകൂടെ ഈ എഫക്ട്സ് ഓഫ് മൈനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പോയിൻറ്റ്സ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് ഒന്നുകൂടെ വായിച്ചൊക്കെ നോക്കണം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം നമ്മളുടെ ഗ്രൂപ്പിൽ. ഓക്കെ. The next one is dams and river projects. So, what is dams? The barrier that stops or restricts the flow of water or underground streams. ഒരു വാട്ടർ ബോഡിയുടെ എക്രോസ് ആയിട്ട് അല്ലെങ്കിൽ അതിന് ബൗണ്ടറി ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുണ്ടാക്കുന്നതിനെയാണ് ഡാം എന്ന് പറയുന്നത്. ഇറ്റ് ജനറലി സ്റ്റോപ്സ് ആൻഡ് റെസ്ട്രിക്ട് ദ ഫ്ലോ ഓഫ് വാട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നമ്മൾ ആ ഡാമിൽ തന്നെ കെട്ടി നിർത്തപ്പെടുന്ന ഒന്നിനെയാണ് നമ്മൾ ഡാം എന്ന് പറയുന്നത്. ഇവിടെ ഇടുക്കി ഡാം ഉള്ളതല്ലേ, അത് കാരണം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും വാട്ട് ഇസ് ഡാം. ദ റിസർവോയർ, ഈ ഡാംസ് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവോയേഴ്സിൻ്റെ പേർപ്പസ് എന്താണ്? അത് ഫ്ലഡ് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ കുറേ വെള്ളം കുത്തൊലിക്കാതെ ഈ ഡാംസിൽ കളക്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഫ്ലഡ് റെഡ്യൂസ് ചെയ്യും. ആൻഡ് സിമിലർലി
The activities like irrigation, human consumption, industrial use, aquaculture and navigatability are enhanced. ഇറിഗേഷന് യൂസ് ചെയ്യാം വെള്ളം, അല്ലെങ്കിൽ ഹ്യൂമൻ കൺസപ്ഷൻ ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസിനാവാം, അല്ലെങ്കിൽ മീൻ വളർത്താനാവാം, ദാറ്റ് ഈസ് അക്വാകൾച്ചർ. ഇതിനൊക്കെ യൂസ് ചെയ്യാം ഡാമിലെ വാട്ടർ. ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, ഈ പറയുന്നതെല്ലാം ഡാമിൻ്റെ യൂസസ് ആണ് കേട്ടോ. പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, ഡാംസിൽ നിന്നാണ് നമ്മൾ വെള്ളം, ഡാംസിലിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കുത്തി ഒഴിച്ച് അതിൽ നിന്നാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. വാട്ട് ഈസ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി? വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് യൂസസ് റിസർവോയേഴ്സ് ആൻഡ് ഡാംസ് ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ്, ടു എൻഷുർ ഇയർ റൗണ്ട് വാട്ടർ സപ്ലൈ. ചിലപ്പോൾ ചില കണ്ടീഷനിൽ വാട്ടർ സപ്ലൈ കുറയും ഒരു ഏരിയയിൽ. ഇൻ ദാറ്റ് കേസ് നമ്മൾ ഒരു ഡ്രൗട്ട് കണ്ടീഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാംസും റിവർ പ്രൊജക്ട്സൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഓൾ റൗണ്ട് ദ ഇയർ ദർ വിൽ ബി നോ ഷോർട്ടേജ് ഓഫ് വാട്ടർ. നെക്സ്റ്റ്, സപ്ലൈ ഓഫ് വാട്ടർ ഫ്രം വൺ ഏരിയ ടു അനദർ ഏരിയ വേർ ദർ ഇസ് വാട്ടർ ഡെഫിഷ്യൻസി. ഏതെങ്കിലും ഒരു ഏരിയയിൽ വെള്ളമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു നല്ല ഡാമൊക്കെ ഉള്ള റിസർവയറൊക്കെ ഉള്ള ഏരിയയിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്ത് ആ ഏരിയയിലേക്ക് എത്തിക്കും, വെള്ളമില്ലാത്തത്. ദിസ് ഈസ് വൺ ഓഫ് ദ യൂസസ്. നെക്സ്റ്റ്, ഫ്ലഡ് കൺട്രോൾ ആൻഡ് സോയിൽ പ്രൊട്ടക്ഷൻ. ഡാംസ് ഫ്ലഡും കൺട്രോൾ ചെയ്യും. ഫ്ലഡ് കൺട്രോൾ ചെയ്യും മീൻസ് ദ വാട്ടർ ഓവർഫ്ലോ തടയും. വാട്ടർ ഓവർഫ്ലോ തടയുമ്പോൾ അവിടുത്തെ സോയിലും ഇറോഷനും കുറയും. നെക്സ്റ്റ്, സോറി, സ്ലൈഡ് ഹാസ് മൂവ്ഡ്. നെക്സ്റ്റ്, പ്രീവിയസ് സ്ലൈഡിലേക്ക് തന്നെ പോരാ. ഫോർ വാട്ടർ നാവിഗേഷൻ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ്. ടൂറിസം, ഡാംസിലേക്ക് ഇപ്പോൾ ഇടുക്കി ഡാം കാണാൻ വേണ്ടി പല പല രാജ്യവും പല പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. സോ അതും ഒരു മെയിൻ കാര്യമാണ്. ദാറ്റ് ഈസ് ഫോർ ടൂറിസം ഡെവലപ്മെൻറ്റ്. ദെൻ ഡെവലപ്പ് ഫിഷ് കാഷറീസ് ആൻഡ് നഴ്സറി. നേരത്തെ പറഞ്ഞു മീൻ കൃഷി നടത്താം, അക്വാ കൾച്ചർ നടത്താം, അങ്ങനെ നഴ്സറി, അതുപോലെ നഴ്സറിയും നടക്കാവുന്നതാണ്. ദീസ് ആർ ദ uses of dams and river projects. So now you can go into the effects of dams. ഈ ഡാംസ് ഉണ്ടാക്കുന്ന കാരണം നമുക്ക് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടാവുന്ന ഓൺ എൻവിയോൺമെൻറ്റ്, ഇറ്റ് വിൽ ബി ഡിസ്കസ് ഇൻ ദിസ് സ്ലൈഡ്. ഫസ്റ്റ് വൺ, റീഹാബിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ. ഈ ട്രൈബൽ പീപ്പിളൊക്കെ കാടുകളിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അങ്ങനെയുള്ള ഏരിയയിലായിരിക്കും നോർമലി ഡാംസും കൺസ്ട്രക്ട് ചെയ്യുന്നത്, നല്ല വാട്ടറൊക്കെ കിട്ടുന്ന ഫോറസ്റ്റുകളിലല്ലേ. സോ ദേ വിൽ ബി ഡിസ്പ്ലേസ്ഡ്, ദേ വിൽ ബി ഫോഴ്സ്ഡ് ടു മൂവ് ഫ്രം ദ ഏരിയ വേർ ദ ഡാം ഇസ് ടു ബി കൺസ്ട്രക്റ്റഡ്. നെക്സ്റ്റ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഡാം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ എക്സ്പെൻഡിച്ചർ ഉള്ളൊരു വർക്കാണ്. ഇറ്റ് മേ റിക്വയർ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹൈ ലേബർ ടു. തേർഡ്, സബ്മേർജ് ലാർജ് ഏരിയാസ് ഓഫ് ഫെർട്ടൈൽ ലാൻഡ്. കുറേ ഫെർട്ടൈൽ ലാൻഡിൻ്റെ മുകളിൽ കൂടി ആയിരിക്കാം ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് റിയലി സബ്മേർജ് ലാർജ് ഏരിയാസ് ഓഫ് ഫെർട്ടൈൽ ലാൻഡ്. നെക്സ്റ്റ്, ആക്ട് ആസ് എൻ ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്രീ ഫ്ലോയിങ് റിവേഴ്സ്. ഫ്രീ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സിനെതിരെ ആയിരിക്കും ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് എ ഒബ്സ്ട്രക്ഷൻ ടു ദ നോർമൽ ഫ്ലോ ഓഫ് റിവേഴ്സ്. നെക്സ്റ്റ്, ലൈഫ് ത്രെറ്റ് ടു വൈൽഡ് ലൈഫിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും ഡാംസ്. ഹൗ? ഡാംസ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യണം. ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ വിൽ ബി എഫക്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ലോസ് ഓഫ് ഹാബിറ്റാറ്റ് ടു. അങ്ങനെ ലൈഫ് ത്രെറ്റ് സംഭവിക്കും. നെക്സ്റ്റ്, അക്യുമുലേഷൻ ഓഫ് സെഡിമെൻറ്റ്സ്. സിമിലറാണ്. ഈ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനുള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് ഉള്ളിൽ സെഡിമെൻറ്റ് കൂടും. ദാറ്റ് ഈസ് അക്യുമുലേഷൻ ഓഫ് സെഡിമെൻറ്റ്സ്. നെക്സ്റ്റ്, ട്രിഗേഴ്സ് സീസ്മിക് ആക്ടിവിറ്റി. ഡാംസ് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വർക്കാണ്. ഇറ്റ് വിൽ റിക്വയർ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹൈ ലേബർ ആൻഡ് ഹൈ എനർജി ടു. സോ അങ്ങനെ ഭയങ്കര ഫോഴ്സിൽ എർത്ത് സർഫസിൽ ഉണ്ടാക്കുന്ന കാരണം ഇറ്റ് മേ സംടൈംസ് ഇവോക്ക് വോൾക്കാനോ. ദർ ഇസ് ചാൻസസ് ഫോർ വോൾക്കാനോ. അതിനെയാണ് സീസ്മിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഡാംസ് ആർ വൺ ഓഫ് ദ കോസസ് ഓഫ് സീസ്മിക് ആക്ടിവിറ്റി ഓർ വോൾക്കാനോസ്. നമ്മൾ അനങ്ങാണ്ടിങ്ങനെ ടൈറ്റാക്കി വയ്ക്കുകയാണ് വെള്ളത്തിനെ. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രഷർ ഇൻ ദ
സർഫസ് ഓഫ് എർത്ത്. നെക്സ്റ്റ്, വാട്ടർ റിലേറ്റഡ് ഡിസീസസ്. ഈ ഡാംസിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം അതിനകത്ത് അസുഖങ്ങൾ പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദിസ് will lead to water related disorders in people. Today എൻ്റെ സെഷൻ ഞാൻ ക്ലോസ് ചെയ്യാണ്. So we can just go through the portions which were discussed today. First we have discussed what is timber extraction, then what are its effects of timber extraction, its case study, then about mining, the effects of mining and its case study, then what is dams, what are its uses and what are its effects. Then these were the slides discussed today. ഇന്നത്തെ ലെക്ചർ കുറച്ച് ലെങ്തി ആണ്, ബിക്കോസ് പോർഷൻസ് ഇച്ചിരി ഉണ്ടായിരുന്നെങ്കിലും ഓരോ പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടിമ്പർ എക്സ്ട്രാക്ഷൻ, മൈനിങ്, അതിൻ്റെ എഫക്ട്സ്, കോസസ് അങ്ങനെയുള്ളത് കൊണ്ട് കുറച്ച് ലെങ്തി ആയത്. സോ ഇൻ ദ സ്റ്റാർട്ടിങ് ഞാൻ പോർഷൻ എടുക്കുമ്പോൾ തന്നെ ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ അസൈൻമെൻറ്റും ചെയ്തിട്ട് എനിക്ക് നാളെ തന്നെ നിങ്ങൾ ഗ്രൂപ്പിലിട്ടിരിക്കണം. ഇന്നലെ ഞാനൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ എനിക്ക് ഇതുവരെ ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം, 1-2 പേര് മാത്രമല്ല റെസ്പോണ്ട് ചെയ്യണം, എല്ലാവരും റെസ്പോണ്ട് ചെയ്ത് നോക്കണം. ഓക്കെ, സോ ഇന്നത്തേക്ക് ഞാൻ ക്ലാസ് എൻഡ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.